എനിക്ക് കോഴിക്കോടുള്ള ഒരാളെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം. വിവാഹ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി അന്ന രാജൻ. 2017 മുതൽ മലയാള നടത്തിൽ സജീവമാണ് നടി അന്ന രാജൻ. ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുക എന്നത് ചുരുക്കം ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ആദ്യ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിലാണ് ഇപ്പോഴും അന്ന ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിലൊന്നായ അങ്കമാലി ഡയറീസിൽ ആന്റണി വർഗീസ് പെപ്പയുടെ നായികയായിട്ടായിരുന്നു അന്ന രാജന്റെ തുടക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയിലൂടെ തുടക്കം എന്നതൊന്നും എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. ചിത്രത്തിൽ ലിച്ചി എന്ന കഥാപാത്രത്തെയാണ് അന്ന രാജൻ അവതരിപ്പിച്ചത്. സിനിമ ഹിറ്റായപ്പോൾ ലിച്ചിയും അന്നയും ഒരുമിച്ച് ഹിറ്റായി. നടിയുടെ രംഗങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ജനപ്രീതി ലഭിച്ചിരുന്നു. ആദ്യ സിനിമയിലേക്ക് വരുമ്പോൾ രേഷ്മ രാജൻ എന്ന പേരിലാണ് താരം അറിയപ്പെട്ടിരുന്നത്. സിനിമയിലേക്ക് അരങ്ങേറിയ ശേഷമാണ് അത് അന്ന രാജനാക്കി മാറ്റിയത്. അന്നയുടെ രണ്ടാമത്തെ സിനിമ മോഹൻലാലിനൊപ്പം വെളിപാടിന്റെ പുസ്തകമായിരുന്നു. ഈ ചിത്രവും പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. പിന്നീട് ജയറാമിനൊപ്പം ലോലപ്പന്റെ മാമോദിസ എന്ന ചിത്രത്തിലും മമ്മൂട്ടിക്കൊപ്പം മധുരരാജ എന്ന സിനിമയിലും അന്ന അഭിനയിച്ചു. പിന്നീട് അന്നയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ സച്ചിൻ, അയ്യപ്പനും കോശിയും, 2, തിരുമാലി എന്നിവയാണ്. അഭിനയത്തിന് പുറമെ മോഡലിംഗിലും അന്ന രാജൻ സജീവമാണ്. അടുത്തിടെയായി ഉദ്ഘാടനങ്ങളും മറ്റുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയാണ് അന്ന രാജൻ. അത്തരത്തിൽ താരം പങ്കെടുത്ത ഏറ്റവും പുതിയ ഒരു ഉദ്ഘാടന ചടങ്ങും വേദിയിൽ വെച്ച് താരം നടത്തിയ പ്രസംഗവുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. വിവാഹ കാര്യത്തെക്കുറിച്ചാണ് കോഴിക്കോട് ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അന്ന രാജൻ സംസാരിച്ചത്. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് കോഴിക്കോടാണെന്നും അന്ന രാജൻ പറഞ്ഞു. അതുപോലെ തന്നെ കോഴിക്കോട്ടെ ജനങ്ങളെയും തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും കോഴിക്കോടുള്ള ഒരാളെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹമെന്നും അന്ന രാജൻ കൂട്ടിച്ചേർത്തു. അന്നയുടെ ആഗ്രഹത്തെ കോഴിക്കോട്ടുകാർ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. കറുത്ത ബോഡിക്കോൺ ഗൗണിൽ അതീവ സുന്ദരിയായാണ് അന്ന രാജൻ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ആലുവക്കാരിയായ അന്ന സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു നഴ്സായിരുന്നു. നായികയായി അറിയപ്പെട്ടു തുടങ്ങിയതോടെ താരം നഴ്സ് പൂർണ്ണമായും ഉപേക്ഷിച്ച് അഭിനയത്തിലേക്കും മോഡലിംഗിലേക്കും ഇറങ്ങി. ഷോൺ എന്നൊരു മൂത്ത സഹോദരനുണ്ട് അന്നയ്ക്ക്. അന്നയുടെ പിതാവ് താരം കോളേജിൽ പഠിക്കുമ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചു. പിതാവിന്റെ പെട്ടെന്നുള്ള വിയോഗം അന്നയുടെ കുടുംബത്തെ വളരെയധികം സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കി. അതിനാൽ കുടുംബത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അന്ന ജോലിക്ക് പോകേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന അന്നയുടെ ഏറ്റവും പുതിയ വീഡിയോസും ഫോട്ടോകളും ആരാധകർ ഏറ്റെടുത്ത് വൈറലാക്കാറുമുണ്ട്. ലിച്ചി എന്ന് പറഞ്ഞാലേ അന്നയെ ഇപ്പോഴും കൂടുതൽ ആളുകൾ അറിയൂ. സിനിമയിൽ അവസരം ലഭിക്കാതെ വന്നപ്പോൾ ജോലിക്കായി വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് അന്നയ്ക്ക് അങ്കമാലി ഡയറീസ് ചിത്രത്തിലേക്ക് ക്ഷണം വരുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്ക് വേണ്ടി ജോലി പോലും അന്ന വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അന്ന സിനിമയിലേക്ക് എത്തിയതിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പലർക്കും അറിയില്ല.